ഹായ് ഗായ്സ്, ഈവനിങ് ചായ കഴിഞ്ഞ് ജിമ്മിൽ പോകണമല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ജിമ്മ്. നൈസാട്ടോ, അവിടെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര നൈസാണ്. ദെൻ ഇന്ന് ലെഗായിരുന്നു. ലെഗിന് വർക്കൗട്ട് ചെയ്ത് എണീക്കാൻ വയ്യാതെ താഴെ ഇരിക്കുന്ന എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഊബറിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഊബർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഊബർ കിട്ടിയാലോ ഒട്ടുക്കത്ത ട്രാഫിക് ബ്ലോക്ക്. ഈ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് എപ്പോൾ വീട്ടിലെത്താനാണോ. ദെൻ വീട്ടിലെത്തി ചെടിയുമായിട്ട് രാവിലെ മുതലുള്ള അവൻ്റെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. എന്ത് ക്യൂട്ടല്ലേ അവൻ നിൽക്കുന്നത് കാണാൻ. മൈ ക്യൂട്ടി പോയി അവനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ദെൻ പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. ഫുഡ് കഴിക്കുക തന്നെയാണ് ലക്ഷ്യം. മഴയുണ്ടായി, അപ്പോൾ 2 വീലറാണ് എടുത്തിട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നാറുള്ളത് ട്രാഫിക്കിൽ നിന്ന് സ്കിപ്പാവാം. എല്ലാ ഊട് വഴികളും അറിയാം. അതുകൊണ്ട് ഒരിക്കലും അധികം ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇതാണ് ഗൈസ് മമ്മൂട്ടി പാലം. എന്തുകൊണ്ട് ഇതിന് മമ്മൂട്ടി പാലം എന്ന് പേര് കിട്ടിയെന്ന് എനിക്കറിയില്ല. അറിയാന്നുള്ള ആൾക്കാർ കമൻറ്റ് ബിലോ. ദെൻ ഒരു ദോശ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്നപ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നൊരു കോംബോ ഉണ്ട്. ദോശ, സാമ്പാർ, ചമ്മന്തി, പപ്പടം, രസവട. ഇത് കൊച്ചിയിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തീർന്നില്ല അവിടെ. ദെൻ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നു. ഞാൻ ചായ കുടിക്കാന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഈ ജ്യൂസിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. മധുരമില്ലാത്ത പേരയ്ക്ക ജ്യൂസാണ്. ദെൻ സിദ്ധുവിനോട് ഞാനിത് എത്രാമത്തെ ചായ എന്ത് ദിവസം കുടിക്കുമെന്നുള്ള കഥ പറയുമായിരുന്നു. കറക്റ്റ് എണ്ണി രാവിലെ മുതൽ എത്ര ചായ കുടിച്ചു, ഇത് എത്രാമത്തെ ചായ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു. കൊച്ചിയിലെ ട്രാഫിക്കും നോക്കി കുറച്ച് നേരം ഇരുന്നു. ദെൻ വീട്ടിലേക്ക് പതുക്കെ പോയി. ദെൻ ഒന്ന് ഫ്രഷായി ടെഡിയായിട്ട് അവൻ്റെ ഒരു പ്ലേ ടൈം ടെഡിയായിട്ടൊന്ന് കളിച്ചു. വീഡിയോ ഓഫാക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ടെഡി തിരിഞ്ഞ് എൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ദെൻ അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, ബൈ.